ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 52-ാം വാക്യം. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ബർത്തിമായി എന്ന ഒരു കുരുടനായ ഭിക്ഷക്കാരൻ അവൻ കാഴ്ച പ്രാപിച്ചു. എന്നിട്ട് അവൻ യേശുവിനെ വിട്ടുപോയില്ല, യേശുവിനെ അനുഗമിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഒരു തിമായിയുടെ മകനായ ബർത്തിമായി അവന് ഇങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുമ്പുരാൻ വരുന്നു എന്നറിയുന്നു. യേശുമ്പുരാൻ കൂടെ പുരുഷാരമുണ്ട്, ശിഷ്യന്മാരുണ്ട്. എല്ലാവരും വരുമ്പോൾ അവന് ഈ യേശുമ്പുരാനെ നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദുപുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ഉടനെ പലരും അവനെ ശാസിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ടും അവൻ വീണ്ടും പറയുകയാണ്, മടുപ്പില്ലാതെ പറയുകയാണ്, യേശുവേ ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ യേശു നിന്നും അവനെ സൗഖ്യമാക്കി കഴിഞ്ഞ് ഈ കുരുടനായ ഇപ്പം കാഴ്ച പ്രാപിച്ച ആ മനുഷ്യൻ യേശുവിനെ വിട്ടുപോകുന്നില്ല, യേശുവിനെ അനുഗമിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, യേശുവിനെ പലരും ഒരു അത്ഭുത പ്രവർത്തനായി മാത്രം ആണ് കാണുമ്പോൾ, ഇവിടെ ദൈവപുത്രൻ എന്ന ഒരു ആ ഉൾക്കാഴ്ച ഉണ്ടാകുകയാണ് ഈ കൃത്യമായ എന്ന ഭിക്ഷക്കാരൻ നമ്മളെ കാണിക്കുകയാണ്. കൃത്യമായി എന്നൊരു ഭിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് പരിമിതികളുണ്ട്. അവന് കാഴ്ചയില്ല, കാണാൻ പറ്റത്തില്ല, പക്ഷെ അവന് കേൾവിയുണ്ട്, സംസാരിക്കാൻ പറ്റും, നടക്കാൻ പറ്റും. ആ സാധ്യതകൾ അവനുള്ള സാധ്യതകളുണ്ട്. കേൾവിയുണ്ട്, അവന് സംസാരിക്കാൻ പറ്റും, നടക്കാൻ പറ്റും. ആ ഉള്ള സാധ്യതകൾ കൊണ്ട് അവനൊരു രക്ഷാകര പദ്ധതി അത് ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം. യേശുമ്പുരാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നസ്രയനായ യേശു വരുന്ന കേട്ടിട്ട് യേശുവിനെ എമ്പുരാനെ അറിയാം. യേശുമ്പുരാൻ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. യേശുമ്പുരാൻ ദൈവപുത്രനാണ്, മനുഷ്യനായി അവതരിച്ചവനാണ്, ഈ ലോകത്തിൽ രക്ഷാകര പ്രവർത്തിക്ക് വന്നാണെന്നെല്ലാം അറിയാം. അതുകൊണ്ടാണ് വൃത്തിയുമായി നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് പറയുകയാണ്. അപ്പം പ്രതിസന്ധികളെ പദ്ധതിയിലാക്കിയ ഒരു മനുഷ്യനാണ് ഈ വൃത്തിയമായി എന്ന് പറയുന്നത്. അവന് പരിമിതികളുണ്ട്, കാഴ്ചയില്ല, യേശുവിനെ കാണാൻ പറ്റത്തില്ല, പക്ഷേ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്, അവന് ഉള്ളിലെ കാഴ്ച കൊണ്ട് യേശുവിനെ കണ്ടിട്ടുണ്ട്. ഈ യേശുമ്പുരാൻ തൊട്ടാൽ സൗഖ്യമാണെന്ന് അറിയാം. ആ നസ്രയനായ യേശുവിനെ തൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് തൻ്റെ ആ പ്രതിസന്ധികളെ സാധ്യമാക്കി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആ ഒരു വൃത്തിയമായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്, ഈ പലരും ഈ വൃത്തിയമായിയെ ശാസിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ഭിക്ഷക്കാർ പറഞ്ഞാണ്, ഇവിടെ 2 കാശുണ്ടാക്കുന്ന സമയമാണ്, ആൾക്കാർക്കും പുരുഷാരും ഒക്കെ വരുന്നുണ്ട്, നിനക്ക് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കും എന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട്. യേശുമ്പുരാൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു കാണും, യേശുമ്പുരാനെ തടസ്സപ്പെടുത്തരുത്, ഉപജാപൂർവ്വങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പറയും മിണ്ടാതിരി എന്നെല്ലാം പറയുമ്പോഴും അവൻ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്ന പലരും, പല തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും ദൈവത്തെ അറിയുന്ന, ദൈവത്തെ വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യൻ വൃത്തിയുമായി അവിടെ കാണുന്നത്. അപ്പം എപ്പോഴും മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. രണ്ടാമത്, ഈ വേറൊരു സംഗതി അവിടെ കാണുന്നത്, ഈ ഒരു ആരാധനയുടെ ഒരു സന്ദർഭം. അതായത് യേശുവേ ദാവീദുപുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധനയുടെ ഒരു സൗകുമാര്യം അവിടെ കാണുകയാണ്. യേശുവേ ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ. കുറിയലായിസോണെന്ന് നമ്മുടെ കുർബാനിലൊക്കെ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ആരാധിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ പ്രതിസന്ധികളെ സാധ്യതയാക്കുന്നു. രണ്ടാമത്, ഏത് പ്രതിസന്ധിയിലും കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്നൊരു ബോധ്യം, കർത്താവാണ് നമ്മളോട് കരുണ കാണിക്കുന്ന ബോധ്യം ഉണ്ടാകുന്ന ഒരു ആരാധനയുടെ അനുഭവം. മൂന്നാമത് ഇവിടെ കാണിക്കുകയാണ്, യേശു അവിടെ നിന്നു, അവൻ്റെ ആ പ്രാർത്ഥന കേട്ട് കർത്താവിനോട് കരുണ ഉണ്ടാകണമേ മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചപ്പോൾ ആരെല്ലാം തടസ്സപ്പെട്ടും എന്തെല്ലാം തടസ്സങ്ങളുണ്ടായിട്ടും പ്രതിസന്ധികളുണ്ടായിട്ടും കർത്താവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന ഒരു അനുഭവം. അതായത് ഇവിടെ യേശുമ്പുരാൻ നിന്നു, അവൻ്റെ പ്രാർത്ഥന കേട്ടു, കർത്താവിനോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ പലരും അവനെ ശാസിച്ചിട്ടും തടസ്സപ്പെടുത്തിയിട്ടും ഒരു തടസ്സവും അതൊന്നും അവന് കുഴപ്പമില്ലാതെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെ നിന്നു അവനെ തൊട്ട് സൗഖ്യമാക്കി. അവിടെയാണ്
വേറെ ഒരു അനുഭവം എന്ന് പറയുന്നത് പ്രവൃത്തിയിലൂടെ അവനത് കാണിക്കുകയാണ്. അതായത് യേശുമ്പുരാൻ അവനെ തൊട്ട് സൗഖ്യമാക്കി. അവന് വേണമെങ്കിൽ അവനെ കാഴ്ച പ്രാപിച്ച് അവൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് പോകാം, കൂട്ടുകാരുടെ അടുത്ത് പോകാം, ഞാൻ കാഴ്ച പ്രാപിച്ചെന്നും പറഞ്ഞ് ഈ ലോകത്തിൻ്റെതായ കാഴ്ചകളിൽ ഉൾപ്പെടാം, പ്രലോഭനിൽ പോകാം. പക്ഷെങ്കിൽ അതല്ല ചെയ്തത്. അവിടെ യേശുമ്പുരാനെ അനുഗമിക്കുകയാണ്. വേറെങ്ങും പോകാതെ കാഴ്ച പ്രാപിച്ച ഉടനെ ആരിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടിയോ ആ ദൈവത്തെ പിന്തുടരുന്ന ഒരു അനുഭവം. എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടായാലും ദൈവത്തെ പിന്തുടരുന്ന അനുഭവം. ഇവിടെ നമുക്ക് ഭൂമിശാസ്ത്രമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, യേശുമ്പുരാൻ എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്കാണ് പോകുന്നത്. എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് എന്ന് പറയുമ്പം യെരുശലേമിലാണ് നമുക്ക് കുരിശുമരണം, കർത്താവിന് കുരിശുമരണം സംഭവിക്കുന്നത്. അവനറിയാം അടുത്തത് യേശുവിനെ അനുഗമിച്ചാൽ യേശു കൊടുക്കുന്ന ക്രൂശാണ്, കുരിശിൽ മരിക്കും, കഷ്ടതയാണ്, പ്രയാസങ്ങളാണ്. എന്നാലും ആ യേശുവിനെ, എനിക്ക് വേണ്ടി ക്രൂശ് വഹിക്കുന്ന യേശുവിനെ അനുഗമിക്കുന്ന ഒരു അനുഭവം, അതായത് എൻ്റെ കർത്താവിനെ, ആ ക്രൂശെടുക്കുന്ന കർത്താവിനെ അനുഗമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കാണുകയാണ്. അതായത് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രതിസന്ധികളെ രക്ഷാകര പദ്ധതികളാക്കി മാറ്റുന്ന പ്രത്യയമായി. അത് കഴിഞ്ഞ് ആരാധനയുടെ സൗകുമാര്യം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രത്യയമായി. അപ്പോൾ ദൈവം ആ മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, അവൻ്റെ അപേക്ഷ സാധിച്ചു കിട്ടിയപ്പോൾ എന്നിട്ടും അവൻ നന്ദിയില്ലാത്തവനല്ല, നന്ദിയുള്ളവനായി ദൈവത്തെ പിന്തുടരുന്ന ഒരു അനുഭവം. ആ ഒരു അനുഭവത്തിലേക്ക് പ്രതിസന്ധികളെ പദ്ധതിയിലാക്കി മാറ്റാൻ നമുക്ക്. അതുകൊണ്ട് ആരാധന ജീവിതത്തിൽ ആ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവമേ എന്നോട് കരുണയുണ്ടാകുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ, അതായത് നമ്മുടെ ദൈവം നമുക്ക് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും കഷ്ടതയും ഒക്കെ തന്നാലും ആ കുരിശെടുക്കുന്ന യേശുവിനെ, ദൈവത്തെ അനുഗമിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.